പുലർച്ചയുടെ തണുപ്പ് മഴയുടെ ഈർപ്പത്തിനൊപ്പം ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചെത്തി. സിന്ധു തലവേദനയുടെ ഭാരത്താൽ പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടു. നെറ്റിയിലൊരു തണുത്ത ഭാരമിരിക്കുന്നതുപോലെ, അതൊരു കനത്ത ചുറ്റിക പോലെ അവളുടെ നെറ്റിയിൽ സാവധാനം താളമിടുന്നുണ്ടായിരുന്നു. നേരിയ പനിയുമ്പ്, തൊണ്ട കാറുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ ഇടവിട്ടുള്ള ചുമ കാരണം ഉറക്കം ശരിയായിട്ടില്ല. പുറത്ത് മഴ നേർത്ത നൂലുപോലെ പെയ്തുകൊണ്ടിരുന്നു. മുറിയുടെ നിശബ്ദതയിൽ ആ തണുപ്പ് അസഹനീയമായി തോന്നി. അടുക്കളയിൽ പാത്രങ്ങൾ തട്ടുന്നതിൻ്റെയും മുട്ടുന്നതിൻ്റെയും ശബ്ദം വ്യക്തമായി കേൾക്കാം. സ്റ്റീൽ ഗ്ലാസ് കമിഴ്ത്തുന്നതിൻ്റെ, സ്റ്റൗ കത്തുന്നതിൻ്റെ നേരിയ ഹൃദയമിടിപ്പ്. ഗിരീഷ് എഴുന്നേറ്റ് കാണും. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ മുറി ഒന്നാകെ കറങ്ങുന്നതുപോലെ തോന്നി. കണ്ണുകൾ തുറക്കാൻ വയ്യ. ഗിരീഷേ, അവൾ നേർത്ത സ്വരത്തിൽ തൊണ്ടയിലെ കാറിലൂടെ വിളിച്ചു. മറുപടിയില്ല. അടുക്കളയിലെ ശബ്ദങ്ങൾ മാത്രം. അല്പസമയത്തിനകം മുറിയുടെ വാതിൽ പാതി തുറന്നു. ഗിരീഷ് ധൃതിയിലകത്തേക്ക് വന്നു. അവന്റെ മുടി അലസമായി കിടന്നിരുന്നു. കവിളിൽ തലയണയുടെ പാടുകൾ മാഞ്ഞിട്ടില്ല. പഴയ നിറം മങ്ങിയ ടീഷർട്ടിൽ ഇന്നലത്തെ ജോലിയുടെ പൊടി നേരിയതായി പറ്റിപ്പിടിച്ചിരുന്നു. സിമന്റിന്റെ നേർത്ത ഗന്ധം മുറിയിൽ പരന്നു. അവന്റെ നോട്ടം മുറിയിലൂടെ പാഞ്ഞു, മേശപ്പുറത്തേക്കും അലമാരയിലേക്കും. അവളെ ശ്രദ്ധിച്ചതേയില്ല. അമ്മയുടെ മരുന്നെവിടെയാ വെച്ചത്? ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന സ്ട്രിപ്പ് കാണുന്നില്ല. ആ ബിപിയുടെ ഗുളിക? അവന്റെ സ്വരത്തിൽ അക്ഷമയുണ്ടായിരുന്നു. സിന്ധു പുതപ്പിനുള്ളിൽ നിന്നും മുഖം മാത്രം പുറത്തിട്ടു. അവളുടെ കണ്ണുകൾ പുകയുന്നതുപോലെ തോന്നി. ആ മേശപ്പുറത്ത് കണ്ണാടിയുടെ അടുത്ത് നോക്ക്. അവളുടെ സ്വരം നേർത്തുപോയി. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുക. നന്ന പനിയുണ്ട്. ഗിരീഷ് മേശപ്പുറം തിരയുന്നതിനിടയിൽ പറഞ്ഞു. മരുന്ന് കിട്ടി. അവൻ തിരിഞ്ഞു നോക്കാതെ തുടർന്നു. അമ്മയ്ക്ക് ചായ കൊണ്ടേ കൊടുക്കട്ടെ? എനിക്ക് കടയിൽ നേരത്തെ എത്തണം. ഇന്ന് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. വാതിൽ വലിച്ചടയ്ക്കാതെ പാതി തുറന്നു കിടന്നു. പുറത്തെ തണുത്ത കാറ്റ് ആ വിടവിലൂടെ മുറിയിലേക്ക് ഇഴഞ്ഞു കയറി. സിന്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വാക്ക്, എങ്ങനെയുണ്ട് എന്ന ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും ഈ മുറിയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഒന്നും വേണ്ട, തിരിഞ്ഞു നിന്നൊന്ന് നോക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അവൾ ചുമലമർത്തി തിരിഞ്ഞുകിടന്നു. ഭിത്തിയിലെ ഈർപ്പത്തിന്റെ പാടുകളിലേക്ക് നോക്കി. വീട്ടുജോലികളുടെ ഭാരം, കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങൾ, ഇതിനെല്ലാം പുറമെ ഓർമ്മ തെറ്റി തുടങ്ങുന്ന ഭർത്താവിന്റെ അമ്മ. ഇതിനിടയിൽ തനിക്ക് വേണ്ടി അല്പം പരിഗണന, ഒരു വാത്സല്യത്തിന്റെ വാക്ക് അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഗിരീഷിന് എപ്പോഴും അമ്മയും ജോലിയും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ താനൊരു യന്ത്രം മാത്രമാണ്. വിവാഹത്തിനു മുൻപ് അവർ കോളേജ് ലൈബ്രറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. പുസ്തകങ്ങളുടെയും ശാന്തതയുടെയും ലോകം. ഇപ്പോൾ അവളുടെ ലോകം ഈ അടുക്കളയും അലക്കുകല്ലും മരുന്നുകളുടെ മണവും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അവൾ ഫോൺ എടുത്തു നോക്കി. വാട്സാപ്പിൽ കൂട്ടുകാരി മീരയുടെ സ്റ്റാറ്റസ് മിന്നുന്നു. അവരുടെ ഭർത്താവുണ്ടാക്കിയ പ്രഭാത ഭക്ഷണത്തിന്റെ പടം, ഒരു മസാല ഓംലറ്റും അടുക്കിവെച്ച ദോശയും. സൺഡേ സ്പെഷ്യൽ, ഹബ്ബി മെയ്ഡ്, ഫീലിംഗ് ലൗഡ്. സിന്ധുവിന്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ കോടി. ഇന്നലത്തെ പനിയും തലവേദനയും കൊണ്ട് നീട്ട് പൊട്ടുന്നില്ല പുറത്തേക്ക്. ഇവൾക്ക് മാത്രം എന്തിനാണ് ദൈവമേ ഇങ്ങനെ? ഇവിടെയുള്ള ഒരാൾക്കൊരു ചായ കെട്ടില്ല ഈ ജന്മത്തിൽ. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു മരുമനുഷ്യൻ. അവളും ഗിരീഷും പണ്ടിങ്ങനെ ആയിരുന്നില്ല. പ്രണയിച്ചു നടന്ന നാളുകളിൽ എത്ര സംസാരിച്ചിരുന്നതാണ്. അവന്റെ ആ ചിരിയും കരുതലും, അതെല്ലാം എവിടെ പോയി? അതോ അതെല്ലാം വെറും അഭിനയമായിരുന്നോ? അവൾ ഫോൺ കിടക്കയിലേക്കെറിഞ്ഞു. ഓർമ്മകൾക്ക് 4 വർഷത്തെ പഴക്കമുണ്ട്. ഗിരീഷിന്റെ അച്ഛൻ മരിച്ച് 6 മാസം കഴിഞ്ഞുള്ള ഒരു ഞായറാഴ്ച. തറവാട് വീട് ഭാഗം വയ്ക്കുന്ന ദിവസം. പൊടിപിടിച്ച മുറികളും ഇളകിത്തുടങ്ങിയ ജനൽപ്പാളികളും നരിച്ചീറുകളുടെ ഗന്ധവുമുള്ള ആ വലിയ വീട്. ഗിരീഷിന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ചാരുകസേരയിൽ നിറയെ പൊടി പിടിച്ചിരുന്നു. ചുമരിൽ തൂകിക്കിടന്ന കലണ്ടർ മരിച്ചുപോയ മാസത്തിൽ തന്നെ നിശ്ചലമായി നിന്നു. ഓർമ്മക്കുറവ് അപ്പോൾ ശാരദയമ്മയെ ബാധിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഭർത്താവിന്റെ ചിത്രത്തിനു മുന്നിൽ മൗനമായിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ആരോടെന്നില്ലാതെ ചിരിക്കുന്നു, പിന്നെ കരയുന്നു. ഗിരീഷിന്റെ സഹോദരന്മാർ, ബാങ്കിൽ ജോലി ചെയ്യുന്ന മുകുന്ദനും ബിസിനസ്സുകാരനായ പ്രസാദും കണക്കുകൾ നിരത്തി. അവരുടെ ഭാര്യമാർ നഗരത്തിൽ ജീവിക്കുന്നതിന്റെ എല്ലാ ഗർവോടെയും മുറികളിലെ മൂലകളിൽ നിന്ന് സിന്ധുവിനെ ഒളികണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈ ഇടിഞ്ഞുപൊളിയാറായ വീട് നമുക്ക് ആർക്കും വേണ്ട. ഇത് വിൽക്കാം. കിട്ടുന്ന കാശ് 3 ഭാഗിക്കാം, പ്രസാദ് പറഞ്ഞു. അപ്പോൾ അമ്മയോ? മുകുന്ദൻ ചോദിച്ചു. അവന്റെ സ്വരത്തിൽ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു. അമ്മയെ നോക്കാൻ ഗിരീഷേ, സത്യം പറഞ്ഞാൽ നിനക്കൊണ്ടേ പറ്റൂ. നിന്റെ കട അടുത്തല്ലേ? നിന്റെ ഭാര്യ സിന്ധു വീട്ടിൽ തന്നെയല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവിതം ദൂരെയാണ്. ഭാര്യമാർക്ക് ജോലിയുണ്ട്,
കുട്ടികളുടെ പഠിപ്പുണ്ട്. മുകുന്ദന്റെ ഭാര്യ സുമ ഇടപെട്ടു. അതെ, അമ്മയെ നോക്കാൻ സിന്ധുവിനല്ലേ പറ്റൂ. അവൾക്ക് പുറത്ത് ജോലിക്കൊന്നും പോണ്ടല്ലോ. ഞങ്ങൾക്ക് ലീവ് കിട്ടാനേ പാടാണ്. തന്ത്രപൂർവ്വം അവർ അമ്മയെയും ആ ബാധ്യതയായ വീടിനെയും ഗിരീഷിന്റെ തലയിൽ കെട്ടിവെച്ചു. സിന്ധുവിന്റെ മുഖമന്ന് ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ ഗിരീഷിന്റെ കൈത്തണ്ടയിൽ നുള്ളി. ഒന്നും മിണ്ടരുത്, എല്ലാം കേട്ടുകൊണ്ട് നിൽക്കരുത്, അവൾ പതുക്കെ പറഞ്ഞു. നമ്മുടെ മക്കളെക്കുറിച്ചെങ്കിലും ഓർക്കണം. എന്നാൽ ഗിരീഷ് ശാന്തനായിരുന്നു. അവൻ തന്റെ സഹോദരന്മാരെ നോക്കി ചിരിച്ചു. നിങ്ങൾ വീടും പറമ്പും എടുത്തോ, എനിക്ക് അമ്മയെ തന്നാൽ മതി. ആ വീടും വേണ്ട, പണവും വേണ്ട, അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. ആ പ്രഖ്യാപനത്തിൽ സഹോദരന്മാരുടെ മുഖത്ത് തെളിഞ്ഞ ആശ്വാസം സിന്ധു ശ്രദ്ധിച്ചു. പ്രസാദ് മുകുന്ദനെ നോക്കി കണ്ണിടക്ക് കാണിച്ചു. അവർക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു. അതല്ല ഗിരീഷേ, അമ്മയെ നീ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നീ എടുത്തോ, ഞങ്ങൾക്കിതിൽ ഒരു താൽപ്പര്യവുമില്ല, മുകുന്ദൻ ഔദാര്യത്തോടെ പറഞ്ഞു. ഗിരീഷ് വീണ്ടും ചിരിച്ചു. നിങ്ങൾ എനിക്ക് അമ്മയെ തന്നല്ലോ, അത് മതി. അന്ന് രാത്രി ആ കൊടിപിടിച്ച വീട്ടിലേക്ക് താമസം മാറുമ്പോൾ സിന്ധു പൊട്ടിത്തെറിച്ചു. മനുഷ്യനായാൽ ഇത്രയും മണ്ടനാവരുത്. അവർ നിങ്ങളെ പറ്റിച്ചതാണ്. ആ അമ്മയെയും ഈ നരകത്തെയും നമ്മുടെ തലയിൽ കെട്ടിവെച്ചു. നിങ്ങളുടെ ചേട്ടന്മാർ നഗരത്തിൽ സുഖമായി ജീവിക്കും, നമ്മളിവിടെ കിടന്ന് നരകിക്കും. ഗിരീഷ് അവളുടെ തോളിൽ കൈവച്ചു. സാരമില്ല സിന്ധു, അമ്മയല്ലേ, നമ്മളെ വളർത്തിയതല്ലേ. ആ ചിരിയും സമാധാനവുന്റെ അർത്ഥം സിന്ധുവിന് അന്ന് മനസ്സിലായില്ല. തന്റെ ഭർത്താവ് ഒരു ശുദ്ധഗതിയാനായ മണ്ടനാണെന്ന് അവൾ ഉള്ളിൽ ശപിച്ചു. വർഷങ്ങൾക്കിപ്പുറം ആ വീട് കൂടുതൽ ജീർണിച്ചിരുന്നു. ഈ മഴക്കാലത്ത് മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങി. ഹാളിലെ ഒരു മൂലയിൽ വെച്ച ബക്കറ്റിൽ വെള്ളമിറ്റു വീഴുന്ന ശബ്ദം രാത്രികളെ ഭയാനകമാക്കി. ഒറ്റ് ഒറ്റ് ഒറ്റ്. ആ ശബ്ദം സിന്ധുവിന്റെ നെഞ്ചിലായിരുന്നു പതിക്കുന്നത്. അടുക്കളയുടെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ ഈർപ്പം പടർന്ന് കറുത്ത പൂപ്പൽ പടരാൻ തുടങ്ങി. അതിന്റെ രൂക്ഷഗന്ധം കുട്ടികളുടെ മുറിയിലേക്കും എത്തി. മഴ പെയ്യുമ്പോഴേ നെഞ്ചിൽ തീയാണ്. കുട്ടികൾക്ക് അസുഖം പിടിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ ആ മേസ്ത്രി വിളിച്ചോണ്ടുവാ, അയാൾ കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞതല്ലേ. അത്താഴം വിളമ്പുന്നതിനിടയിൽ ഗിരീഷിനോട് സിന്ധു കയർത്തു. ഗിരീഷ് കടയിൽ നിന്ന് കിട്ടിയ ബില്ലുകളും കണക്കുകളും എഴുതിയ ഒരു നോട്ട്ബുക്ക് മറിച്ചു നോക്കുകയായിരുന്നു. ചുവന്ന മഷിയിൽ എഴുതിയ കണക്കുകൾ ആ പേജിൽ നിറഞ്ഞു നിന്നു. അമ്മ എന്ന മരുന്നുകോളത്തിൽ വലിയൊരു തുക അവൻ വീണ്ടും വീണ്ടും കൂട്ടിനോക്കി. വിളിക്കാൻ സിന്ധു, കുറച്ച് കാശ് ഒത്തുവരട്ടെ. ഈ മാസം അമ്മയുടെ മരുന്നിന് ഒരുപാട് ചെലവായി. എങ്ങനെ ഒത്തുവരാനാ? കിട്ടുന്നതെല്ലാം നിങ്ങളുടെ അമ്മയുടെ മരുന്നിനും ഹോസ്പിറ്റലുമായി തീരുകയല്ലേ. ഈ നശിച്ച വീട്ടിൽ വന്നു കയറിയിട്ട് എന്ത് സുഖമാണ് എനിക്ക് കിട്ടിയത്. ഒരു സ്വസ്ഥതയുമില്ല. പാൽക്കാരന് പൈസ കൊടുക്കാൻ വൈകി. മക്കളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി. ഗിരീഷ് ഒന്നും മിണ്ടാതെ അവളെ നോക്കി. ആ നോട്ടം അവളെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. ആ കണ്ണുകളിൽ ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? എനിക്ക് വയ്യാതായി. അവൻ പുസ്തകമടച്ചു. ഞാനൊരു വഴി ആലോചിക്കുന്നുണ്ട്. എന്തു വഴി? എന്റെ വല്ല മാലയും വിൽക്കാനോ? അവൾ പുച്ഛിച്ചു. ഗിരീഷ് ഒന്നും മിണ്ടായില്ല. പതുക്കെ പറഞ്ഞു, സാരല്ല, നമുക്ക് ശരിയാക്കാം. ഞാൻ നാളെ മേസ്ത്രി ഒന്നുകൂടി വിളിക്കാം. ആ മറുപടി അവളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. തീയിൽ എണ്ണയൊഴിച്ചതുപോലെ ഒരു ഭാവഖേദവുമില്ലാത്ത, ഒന്നിനും ഒരു പരിഹാരവും കാണാത്ത ഈ മനുഷ്യനെ അവൾ വെറുത്തു. എന്നും ഇതേ വാചകമാണ്, നമുക്ക് ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാനാണ്? ഈ വീട് നമ്മുടെ തലയിൽ വീണിട്ട് നമ്മൾ ചാവുമ്പോഴോ? അവൾ പാത്രങ്ങൾ വലിച്ചെറിയുന്നതുപോലെ കഴുകാൻ തുടങ്ങി. ശാരദയമ്മയുടെ അൽഷിമേസ് കൂടിക്കൊണ്ടിരുന്നു. അവർ ചിലപ്പോൾ സിന്ധുവിനെ തിരിച്ചറിയില്ല. സ്വന്തം മകനെ നോക്കി നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. ചിലപ്പോൾ മരിച്ചുപോയ ഭർത്താവിനെ തിരക്കി രാത്രിയിൽ എഴുന്നേറ്റ് നടക്കും. ഒരു ദിവസം സിന്ധു തുണിയലക്കി മുറ്റത്ത് വിരിക്കുകയായിരുന്നു. അടുക്കളയിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന രൂക്ഷഗന്ധം. ഓടിച്ചെന്നപ്പോൾ ശാരദയമ്മ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിനരികിൽ നിൽക്കുന്നു. ലൈറ്റർ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ശാരദയമ്മേ, എന്തായി കാണിച്ചത്? അവൾ അലറി. അവൾ ഓടിച്ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിപ്പറിച്ചു. ഞാൻ ചായ വയ്ക്കാൻ, അവർ നിഷ്കളങ്കമായി പറഞ്ഞു. ഗിരീഷിന് ചായ വേണം. അവൻ കടയിൽ പോകാൻ നേരം വൈകി. സിന്ധുവിന് ദേഷ്യവും സങ്കടവും ഭയവും ഒരുമിച്ച് വന്നു. അവൾ ഓടിച്ചെന്ന് സിലിണ്ടർ ഓഫ് ചെയ്തു. ജനലുകളെല്ലാം തുറന്നിട്ടു. എന്നാലേ ഓയിൽ സഹിക്കാവോ? നമ്മളെല്ലാവരെയും കൊല്ലാൻ നോക്കിയോ? എന്തിനമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശബ്ദം കേട്ട് ഗിരീഷ് ഓടി വന്നു. അവൻ അമ്മയെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. സാരമില്ല അമ്മേ, അമ്മ എന്നെ വിളിച്ചാൽ മതിയല്ലോ, ഞാൻ ഉണ്ടാക്കിത്തരാം. അമ്മ ഇനി ഒറ്റയ്ക്ക് ഗ്യാസ് കത്തിക്കരുത് കേട്ടോ. അവനൊരു കൊച്ചു കുഞ്ഞോടെന്നുപോലെ അവരോട് പറഞ്ഞു. അമ്മയെ മുറിയിലിരുത്തി അവൻ തിരികെ വരുമ്പോൾ ശാരദയമ്മ സിന്ധുവിനെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്ക് പഴയ തെളിച്ചം വന്നു. മോളെ, ഞാൻ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ? എന്നോട് ദേഷ്യമാണോ? ആ നേരത്തെ ചോദ്യം സിന്ധുവിന്റെ ദേഷ്യത്തെ മുഴുവൻ അലിയിച്ചു കളഞ്ഞു. അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗിരീഷ് സിന്ധുവിനോടൊന്നും പറഞ്ഞില്ല. ആ മൗനം അവളെ കൂടുതൽ മുറിവേൽപ്പിച്ചു. രാത്രികളിൽ ഗിരീഷ് അമ്മയുടെ മുറിയിൽ അവർ ഉറങ്ങുന്നതുവരെ കാത്തിരിക്കും. ചിലപ്പോൾ പഴയ കഥകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുന്നത് സിന്ധു കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതുമെല്ലാം ഗിരീഷ് തന്നെയായിരുന്നു. സിന്ധുവിനതൊരു ഭാരമായി തോന്നിയിരുന്നു. പക്ഷെ ഗിരീഷ് അതൊരു പുണ്യപ്രവൃത്തി പോലെ ചെയ്തു. അന്നൊരു രാത്രി സിന്ധുവിന് സഹിക്കാനായില്ല. ഗിരീഷ് അമ്മയുടെ മുറിയിൽ നിന്ന് ക്ഷീണിച്ച് മുറിയിലേക്ക് വന്നപ്പോൾ
അവൾ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം നിങ്ങളുടെ അമ്മയാണ്. ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല. ഒരു വേലക്കാരിയുടെ സ്ഥാനം. എനിക്കും വയ്യായിക വരും, എനിക്കും സങ്കടം വരും. അതൊന്നും കാണാൻ നിങ്ങൾക്കല്ലല്ലോ. ഗിരീഷ് ക്ഷീണിച്ച കണ്ണവളോടെ അവളെ നോക്കി. ആ ദിവസത്തെ മുഴുവൻ അലച്ചിലും അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവന്റെ കൈകളിൽ സിമന്റിന്റെ പൊടി പറ്റിപ്പിടിച്ചിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, അതെ. ആ ഒരു വാക്ക് സിന്ധുവിന്റെ ഹൃദയം തകർത്തു. അവൾ മറ്റൊന്നും പറയാതെ തിരിഞ്ഞുകിടന്നു. ആ അതെ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം അമ്മയാണ് എന്ന് മാത്രമായി അവൾ വ്യാഖ്യാനിച്ചു. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഗിരീഷിന് കടയിൽ പോകേണ്ടതില്ലാത്ത ഒരേയൊരു ദിവസം. സിന്ധു രാവിലെ മുതൽ പ്രതീക്ഷയിലായിരുന്നു. അവൾ അവനിഷ്ടപ്പെട്ട അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി. ഒരുമിച്ചൊരു ചായ കുടിക്കാം, കുട്ടികളുമായി അല്പം സംസാരിച്ചിരിക്കാം എന്നൊക്കെ. പക്ഷെ ഗിരീഷ് പതിവ് പോലെ പത്രവുമെടുത്ത് ഉമ്മറത്തെ ചാരുപിടിയിലിരുന്നു. സിന്ധു അടുക്കളയിൽ പ്രഭാതഭക്ഷണമുണ്ടാക്കുമ്പോഴും തുണിയലക്കുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും അവൻ പത്രത്തിൽ നിന്ന് കണ്ണെടുത്തില്ല. പത്രം അവനും അവൾക്കുമിടയിൽ ഒരു വലിയ മതിലായി നിന്നു. അതിനിടയിലാണ് സിന്ധുവിന്റെ സുഹൃത്ത് മീര വിളിച്ചത്. ഇന്ന് രാജുവേട്ടന് അവധിയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ അടുക്കളയിൽ കയറ്റിയില്ല. ചായ വരെ പുള്ളി ഉണ്ടാക്കി. ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനും എന്നെ സഹായിക്കാനും കൂടി. ഉച്ചയ്ക്ക് ഫുഡ് വരെ പുള്ളിയാ ഉണ്ടാക്കുന്നേ. നീയൊന്ന് റെസ്റ്റ് എടുക്ക് പെണ്ണേ എന്ന് പറഞ്ഞു. മീര ഫോണിലൂടെ ചിരിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവിടെ ഗിരീഷേട്ടൻ സഹായിക്കില്ലേ? ഫോൺ വെച്ച ശേഷം സിന്ധു തിളച്ചുമറിയുന്ന മനസ്സോടെ ഹാളിലേക്ക് വന്നു. ഗിരീഷ് അപ്പോഴും അതേ ഇരിപ്പ്, ചുറ്റും നടക്കുന്നതൊന്നും അറിയാത്ത പോലെ. സിന്ധുവിന്റെ നിയന്ത്രണം വിട്ടു. അവൾ അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് കിതച്ചു. മനുഷ്യർക്കൊരു അവധി കിട്ടിയാൽ ഭാര്യമാരെ ഒന്ന് സഹായിക്കെങ്കിലും ചെയ്യും. ഇവിടെ ഒരാളുണ്ട്, പത്രവും കെട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങളൊരു മരംകുത്തിയാണ്, സ്നേഹമില്ലാത്ത ഒരു വികാരവുമില്ലാത്ത മനുഷ്യൻ. എനിക്ക് മടുത്തു ഈ ജീവിതം. അവൾ കിതച്ചു. ഗിരീഷ് പത്രം മടക്കിവെച്ചു. അവൻ ശാന്തനായി അവളെ നോക്കി. ഒന്നും മിണ്ടിയില്ല. ആ മൗനം സിന്ധുവിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറ, വഴക്കിടുകയെങ്കിലും ചെയ്യ്. ഇങ്ങനെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കാതെ. നിങ്ങൾക്കൊരു കല്ലിന്റെ മനസ്സാണ്. അവൻ എഴുന്നേറ്റു. അവന്റെ കൈകൾ അവൾ ശ്രദ്ധിച്ചു. അവ എന്നത്തെക്കാളും പരിവരുത്തിരിക്കുന്നു. വിരലുകളിൽ സിമന്റ് ഉണങ്ങിപ്പിടിച്ച പാടുകൾ. കടയിൽ സിമന്റ് ചാക്ക് ചുമന്നിട്ടാണോ? അവൾ വെറുതെ ചോദിച്ചു. അതെ, തിരക്കായിരുന്നു. ഞാൻ പോയി അമ്മയ്ക്ക് മരുന്ന് കൊടുക്കട്ടെ. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. സിന്ധു മുറിയിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. ഈ നിശബ്ദത ഭയാനകമാണ്. ഇത് സ്നേഹമില്ലായ്മയുടെ തെളിവാണ്. അന്ന് ഉച്ചതിരിഞ്ഞ് വീട്ടിലെ മൗനം കനത്തു നിൽക്കെ ഗിരീഷിന്റെ ഫോൺ ബെൽ അടിച്ചു. അവൻ ഉമ്മർത്തി തന്നെ ഇരിക്കുകയായിരുന്നു. ഫോൺ എടുത്തതും അവന്റെ മുഖം മാറി. മുകുന്ദേട്ടാ, എന്താ? സിന്ധു മുറിയിൽ നിന്ന് ശ്രദ്ധിച്ചു. ലോണോ? എന്തിന്? കാർ ബുക്ക് ചെയ്തോ? എന്നോട് ചോദിക്കാതെയാണോ? അല്ല, അതിന് ജാമ്യം നിൽക്കാൻ ഞാനെങ്ങനെയാ? എന്റെ പേരിലാകെയുള്ളത് ഈ വീടാണ്. അത് പണയത്തിലാ. ഗിരീഷിന്റെ സ്വരം ഉയരുന്നത് സിന്ധു ആദ്യമായി കേട്ടു. നിങ്ങൾക്കവിടെ സുഖമായി ജീവിക്കാം. അമ്മയെ നോക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? മരുന്നിന് മാസം എത്ര രൂപയാകുമെന്നറിയാമോ? ഈ വീട് ചോർന്നൊലിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് മാത്രം മതി. എന്നെക്കൊണ്ട് പറ്റില്ല. അവൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ചാരുപടിയിൽ തളർന്നിരുന്നു. സിന്ധുവിന് അവനോട് ആദ്യമായി ദേഷ്യമല്ല, സഹതാപമാണ് തോന്നിയത്. അവളൊരു ഗ്ലാസ് വെള്ളവുമായി അവന്റെ അരികിൽ ചെന്നു. അവൻ തലയുയർത്തി നോക്കി. ആ കണ്ണുകളിലെ നിസ്സഹായത അവൾ കണ്ടു. അവർക്കെപ്പോഴും അവരവരുടെ കാര്യം മാത്രം എന്ന് അവൾ പതുക്കെ പറഞ്ഞു. ഗിരീഷ് ഒന്നും മിണ്ടാതെ വെള്ളം വാങ്ങിക്കുടിച്ചു. ആ നിമിഷം അവർക്കിടയിലെ മതിൽ ചെറുതായൊന്ന് വിറകൊണ്ടു. വഴക്കിന്റെയും ഫോൺ വിളിയുടെയും പിറ്റേന്ന് പുലർച്ചെ ഗിരീഷ് മൗനമായി ജോലിക്ക് പോയി. സിന്ധുവിന് ദേഷ്യം കുറഞ്ഞിരുന്നു. പകരം ഒരുതരം മരവിപ്പായിരുന്നു. അവൾ പതിവ് പോലെ ജോലികളിൽ മുഴുകി. മനസ്സ് കലുഷിതമായിരുന്നു. സമയം രാത്രി 8 മണി കഴിഞ്ഞു. ഗിരീഷിനെ കാണുന്നില്ല. സാധാരണ 7:30 എത്തുന്നതാണ്. 9 മണി. സിന്ധുവിന്റെ ഉള്ളിൽ ഭയമരിച്ചു കയറാൻ തുടങ്ങി. ദേഷ്യമെല്ലാം എവിടെയോ പോയി ഒളിച്ചു. അവൾ ഫോൺ വിളിച്ചു നോക്കി. സ്വിച്ച്ഡ് ഓഫ്. ഈ മനുഷ്യൻ ഇതെവിടെ പോയി? അവൾ ഉമ്മറത്തുപോയി നിന്നു. മഴ അപ്പോഴും ചാറുന്നുണ്ടായിരുന്നു. 9:30 ഗേറ്റിനരികിൽ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം. സിന്ധു ഉമ്മറത്തേക്ക് ഓടി. അയൽക്കാരൻ സതീശനും ഓട്ടോ ഡ്രൈവറും ചേർന്ന് ഗിരീഷിനെ താങ്ങിയിറക്കുന്നു.
അവന്റെ വലതുകാലിൽ വലിയൊരു കെട്ടുണ്ട്. പാൻസിൽ രക്തമുണങ്ങി പിടിച്ചിരിക്കുന്നു. കടയിൽ വെച്ച് ഗ്ലാസ് ഷീറ്റ് ഇറക്കുമ്പോൾ തെന്നി വീണതാ. കാലിൽ നല്ല ആഴത്തിൽ മുറിഞ്ഞു. 3 സ്റ്റിച്ചുണ്ട്. ഒരാഴ്ച അനങ്ങാതെ കിടക്കണം എന്ന് സതീശൻ പറഞ്ഞു. സിന്ധു തളർന്നു നിന്നുപോയി. അവർ താങ്ങിപ്പിടിച്ചവനെ അകത്ത് കസേരയിലിരുത്തി. എന്നാൽ മുറിവേറ്റിട്ടും ഗിരീഷ് വേച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അമ്മ ഉറങ്ങിയോ? അവൻ സിന്ധുവിനോട് ചോദിച്ചു. അമ്മ ഉറങ്ങി, സിന്ധു മരവിച്ച സ്വരത്തിൽ പറഞ്ഞു. ആ ചോദ്യം ഒരു സൂചിമുന പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. ഈ അവസ്ഥയിലും അവൻ അമ്മയുടെ കാര്യമാണ് ആദ്യം അറിയേണ്ടത്. താൻ എത്രമാത്രം പേടിച്ചെന്നോ തനിക്കെന്ത് തോന്നിയെന്നോ അവൻ അറിയേണ്ടതില്ല. അടുത്ത ദിവസങ്ങൾ ആ വീട്ടിന് പുതിയതായിരുന്നു. ഗിരീഷിന്റെ സാന്നിധ്യം പകൽ സമയത്തും നിറഞ്ഞു നിൽക്കുന്നു. അവൻ മുറിയിൽ ഒതുങ്ങിക്കൂടി. സിന്ധു ആദ്യമായി ഗിരീഷിനെ കാണാൻ തുടങ്ങി. അവൻ കൃത്യസമയത്ത് അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നു. ഓർമ്മ തെറ്റി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ശാരദയമ്മയോട് ക്ഷമയോടെ തർക്കിക്കാതെ തലയാട്ടി കൊടുക്കുന്നു. നമുക്ക് പോകാം അമ്മേ, വണ്ടി വരട്ടെ എന്ന് സമാധാനിപ്പിക്കുന്നു. നമ്മൾ മുകുന്ദന്റെ വീട്ടിൽ പോകും, അവൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ദോശ വാങ്ങിച്ചരും എന്ന കള്ളം കേട്ട് അമ്മ ശാന്തയാകുന്നത് സിന്ധു അത്ഭുതത്തോടെ നോക്കി. കഞ്ഞി സ്പൂണിൽ കോരി ക്ഷമയോടെ ഊട്ടുന്നു. ഇത് മോനു വേണ്ടി, ഇത് സിന്ധുമോൾക്ക് വേണ്ടി എന്നു പറഞ്ഞവരെ കളിപ്പിക്കുന്നു. ഒരുച്ചയ്ക്ക് ശാരദയമ്മ അവന്റെ മുറിവേറ്റ കാലിൽ നോക്കിയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവന്റെ മുടിയിൽ തലോടി. എന്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചല്ലോ, എന്തിനാ ഇത്ര വേവലാതി? ഓർമ്മയുടെ ഏതോ കോണിൽ നിന്നുള്ള ആ വാത്സല്യം കേട്ട് ഗിരീഷ് ചിരിച്ചു. ആ ചോദ്യം സിന്ധുവിന്റെ നെഞ്ചിലാണ് കൊണ്ടത്. അമ്മ പോലും തിരിച്ചറിഞ്ഞ ക്ഷീണം താൻ എന്തുകൊണ്ട് കണ്ടില്ല. വൈകുന്നേരങ്ങളിൽ കുട്ടികളെ അടുത്തിരുത്തി കഥകൾ പറയുന്നു. അവന്റെ മുറിവേറ്റക്കാൽ ഒരു മലയാണെന്നും അവർ അതിൽ കയറുന്ന ഉറുമ്പുകളാണെന്നും പറഞ്ഞവരെ ചിരിപ്പിക്കുന്നു. ഒരുച്ചയ്ക്ക് സിന്ധു ഉറങ്ങാതെ മുറിയിൽ വന്നപ്പോൾ അവൻ ചിരിച്ചു. ഞാനിവിടെ കാലും നേറ്റിയിരിക്കുന്നുകൊണ്ട് സിന്ധുവിന്റെ ഉച്ച ഉറക്കം പോയല്ലോ, കഷ്ടമായി. അതൊരു ചെറിയ തമാശയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിടയിൽ ആദ്യമായി തന്നോടുള്ള ഒരു തമാശ. അവൻ തന്റെ ഉച്ച ഉറക്കത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നു എന്ന അറിവ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ പരാതി പറഞ്ഞിരുന്ന വീട്ടുജോലികൾ എത്ര നിസ്സാരമായിരുന്നുവെന്നവൾക്ക് തോന്നാൻ തുടങ്ങി. ഈ മനുഷ്യൻ തന്നോട് ദേഷ്യപ്പെടുകയോ ഒച്ചവയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം തന്റെ വേദനയിലും മറ്റുള്ളവർക്ക് തണലാവുകയാണ്. അവന്റെ ക്ഷീണിച്ച മുഖത്ത് താൻ ഇതുവരെ കാണാത്തൊരു ശാന്തത അവൾ കണ്ടു. അന്ന് രാത്രി കുട്ടികൾ ഉറങ്ങിയ ശേഷം സിന്ധു ഒരു ബേസിനിൽ ഇളം ചൂടുവെള്ളവുമായി ഗിരീഷിന്റെ അരികിൽ വന്നു. വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ടിരുന്നു. അവൾ മടി കൂടാതെ താഴെയിരുന്ന് അവന്റെ നീരുവെച്ച കാൽപാദം വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കിവെച്ചു. ഗിരീഷ് അവളെ നോക്കി. എന്തിനാ ഇതൊക്കെ? നീ പോയി കിടന്നോ, എനിക്ക് വേദനയൊന്നുമില്ല. സിന്ധു തലയുയർത്തിയില്ല. അവന്റെ കാലിലെ മുറിവ് അപ്പോഴും പച്ചയായിരുന്നു. കുറച്ചു ദിവസമായി ഞാൻ ആലോചിക്കുക, നിങ്ങൾക്കെന്താ എന്നോട് ഒന്നും തുറന്നു പറഞ്ഞാൽ എപ്പോഴും ഈ മൗനം? അന്ന് ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്നോടും ദേഷ്യപ്പെടാമായിരുന്നില്ലേ? ഗിരീഷ് പതുക്കെ അവളുടെ തലയിൽ തലോടി. എനിക്ക് ദേഷ്യം വന്നിരുന്നില്ല സിന്ധു, സങ്കടമാണ് തോന്നിയത്. അവൻ തുടർന്നു. എനിക്ക് അമ്മ മാത്രമല്ല, നീയും മക്കളും പ്രിയപ്പെട്ടതാണ്. അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയത്. അച്ഛൻ പോയതിൽ പിന്നെ കൂലിപ്പണിക്ക് പോയാണ് എന്നെ പഠിപ്പിച്ചത്. ആ അമ്മയ്ക്ക് ഓർമ്മയില്ലാതാവുമ്പോൾ നമ്മളല്ലാതെ വേറെ ആരാണ് നോക്കേണ്ടത്? അപ്പോൾ ഞാനോ? എനിക്കൊരു സ്ഥാനവുമില്ലേ? സിന്ധുവിന്റെ സ്വരം ഇടറി. അന്നത്തെ ആ അതെ എന്ന മറുപടി അതെന്റെ ഹൃദയം തകർത്തു. ഗിരീഷ് ചിരിച്ചു, ഒരു ക്ഷീണിച്ച ചിരി. അന്ന് നീ ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. എനിക്ക് അമ്മയെയും നിന്നെയും വേറെ വേറെ കാണാൻ അറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത സ്നേഹം മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ സിന്ധു? നമ്മുടെ മക്കളും ഇതൊക്കെയല്ലേ കണ്ടു പഠിക്കേണ്ടത്? സ്നേഹമെന്നു പറയുന്നത് വാങ്ങിത്തരുന്ന സാരിയുടെയോ പൂവിന്റെയോ കണക്കല്ല. അത് ഇങ്ങനെയാണ്. എനിക്കിങ്ങനെയേ അറിയൂ. ഞാൻ മിണ്ടാതിരിക്കുന്നത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കെന്തു പറയണമെന്ന് അറിയാത്തതുകൊണ്ടാണ്. നിന്റെ കൂട്ടുകാരുടെ ഭർത്താവ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതുപോലെ എനിക്ക് പറ്റിയെന്നു വരില്ല. പക്ഷേ ഈ വീടിന്റെ മേൽക്കൂര ചോരാതെ നോക്കാൻ ഞാൻ രാത്രിയും പകലും ഓടുന്നത് നിനക്ക് വേണ്ടിയല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? സിന്ധുവിന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു. ഇത്രയും കാലം താൻ തെറ്റിദ്ധരിച്ചത് ഈ പച്ചയായ മനുഷ്യനെ ആയിരുന്നല്ലോ. ഗിരീഷ് അവളെ മുറുകെ പിടിച്ചു. സാരമില്ല, നമുക്ക് ശരിയാക്കാം. ആദ്യമായി ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നില്ല, മറിച്ച് സുരക്ഷിതത്വം തോന്നി. ഒരാഴ്ചത്തെ വിശ്രമം ഗിരീഷിന്റെ മുറിവുളക്കിയെങ്കിലും വീടിന്റെ സാമ്പത്തിക നില പരിങ്ങലിലായി. മേൽക്കൂര നന്നാക്കിയ വകയിൽ മേസ്ത്രിക്ക് പണം കൊടുക്കണം. പാൽക്കാരൻ രാവിലെ വന്നപ്പോഴും പൈസ ചോദിച്ചു.
പലചരക്ക് കടയിലെ ബില്ല് കൂടി വരുന്നു. ഗിരീഷ് സിന്ധുവിനെ അരികിൽ വിളിച്ചു. അവൻ കണക്ക് പുസ്തകം അവളുടെ മുന്നിലേക്ക് നീട്ടി. സിന്ധു, നീയൊന്ന് കടവരെ പോകണം. ഭാസ്കരൻ പിള്ള സാറിനെ കണ്ടാൽ ഈ മാസത്തെ ശമ്പളം തരും. എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് കൊടുത്തയച്ചേനെ. സിന്ധുവിന് ആദ്യം ഒരു മടി തോന്നി. അവൾ ഇതുവരെ അവന്റെ ജോലിസ്ഥലത്ത് പോയിട്ടില്ല. അത് അവന്റെ ലോകമാണ്. ഞാൻ പോയാൽ തരുമോ? തരും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ പോയി വാങ്ങിവാ. എന്നിട്ട് ആ മേസ്ത്രിയുടെ പൈസ കൊടുത്ത് തീർക്കണം. അവൾ സമ്മതിച്ചു. ഞാൻ പോയി വാങ്ങിവരാം. ന്യൂ സ്റ്റാർ ഹാർഡ്വെയർ എന്ന ബോർഡ് സിന്ധു കണ്ടുപിടിച്ചു. പെയിന്റിന്റെയും സിമന്റിന്റെയും മണമുള്ള ഒരു വലിയ കട. അവൾ അകത്തേക്ക് ചെന്നു. അവിടുത്തെ ജോലിക്കാർ ഒരു സ്ത്രീയെ കണ്ട് അമ്പരന്നു നിന്നു. ഭാസ്കരൻ പിള്ള എന്ന പ്രായമുള്ള മനുഷ്യൻ അവളെ കണ്ടപ്പോൾ ചിരിച്ചു. ഗിരീഷിന്റെ ഭാര്യയല്ലേ? ഇരിക്ക. അവനിപ്പോ എങ്ങനെയുണ്ട്? മിടുക്കനാവൻ. അവനില്ലാതെ പൂട്ടിയ പോലെയായി ഈ കട. സിന്ധു കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മേശവലിപ്പിൽ നിന്ന് ഒരു കവർ എടുത്ത് അവൾക്ക് നീട്ടി. ഇത് ഈ മാസത്തെ ശമ്പളം. അവൾ അത് വാങ്ങി ബാഗിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മറ്റൊരു ചെറിയ മുഷിഞ്ഞ കവർ കൂടി അവൾക്ക് നേരെ നീട്ടി. മോളെ, ഇതും വെച്ചോ. സിന്ധു സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. ഇതെന്താ? ഭാസ്കരൻ പിള്ള ഒന്ന് മടിച്ചോ. പിന്നെ പറഞ്ഞു, ഇത് അവൻ ഇവിടെ രാത്രിയിൽ സാധനങ്ങൾ ഇറക്കുന്നതിന്റെ കൂലിയാണ്. നമ്മുടെ കട 7 മണിക്ക് പൂട്ടും. അത് കഴിഞ്ഞു വരുന്ന ലോഡ്, ആ പെയിന്റിന്റെ വലിയ ടിന്നുകളും സിമന്റ് ചാക്കുകളും, അവനും ആ മുകുന്ദനെയും പ്രസാദിനെയും കൂടിയ രാത്രി 10-11 മണി വരെ നിന്ന് ഇറക്കുന്നത്. സിന്ധുവിന്റെ ശ്വാസം നിലച്ചു. രാത്രിയിലോ? അദ്ദേഹം തുടർന്നു. കുറച്ചു ദിവസമായി ഇത് തുടങ്ങിയിട്ട്. വീടിന്റെ പണിക്കാന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രിയും കൂടി. പക്ഷേ അവന് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞിരുന്ന ആ മുകുന്ദനെയും പ്രസാദിനെയും വിളിച്ച് അമ്മയുടെ മരുന്നിന്റെ കാര്യം പറയാൻ. അപ്പോൾ അവൻ പറഞ്ഞു, അവർ സുഖമായി ജീവിക്കട്ടെ സാറേ, ഞാൻ നോക്കിക്കോളാം എന്ന്. ഭാസ്കരൻ പിള്ളയുടെ വാക്കുകൾ സിന്ധുവിന്റെ കാതിൽ മുഴങ്ങി. അന്ന് ആ വലിയ ഗ്ലാസ് ഷീറ്റുകൾ ഇറക്കുമ്പോഴാ കാല് തെന്നിയത്. രാത്രിയിൽ അപകടം പറ്റിയത്. എന്നിട്ടും അവൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. മറ്റുള്ളവർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഒരു നിമിഷം നിർത്തി. ഗിരീഷ് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതാ, മോളോട് ഇത് പറയരുതെന്ന്. അവൾക്കിപ്പോഴേ ആവശ്യത്തിന് വിഷമമുണ്ട്. ഞാൻ രാത്രിയിലും പണിയെടുക്കുന്നതറിഞ്ഞാൽ അവളുടെ സമാധാനം പോകും. അതിലും ഭേദം ഞാനൊരു സ്നേഹമില്ലാത്ത മരമണ്ടൻ ഭർത്താവായിരിക്കുന്നതാണ് എന്നവൻ പറഞ്ഞു. സിന്ധുവിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവഗണിക്കുകയാണെന്ന് പരാതി പറയുമ്പോൾ ഈ മനുഷ്യൻ തങ്ങൾക്കു വേണ്ടി രക്തം വിയർപ്പൊഴുക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സിന്ധുവിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവളുടെ കയ്യിൽ 2 കവറുകളുണ്ടായിരുന്നു. ഒന്ന് ശമ്പളത്തിന്റെ, മറ്റൊന്ന് അവന്റെ വിയർപ്പിന്റെ വിലയായ കുറച്ച് നോട്ടുകൾ. ആ മുഷിഞ്ഞ കവറിലെ നോട്ടുകൾക്ക് വിയർപ്പിന്റെയും സിമന്റിന്റെയും മണമുണ്ടായിരുന്നു. പിന്നീട് ഓരോന്നായി അവളുടെ ഓർമ്മയിലേക്ക് വന്നു. ഗിരീഷിന്റെ ഓരോ മൗനവും ക്ഷീണം കൊണ്ടായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാത്രിയിൽ എപ്പോഴോ ഞരങ്ങിക്കൊണ്ട് തിരിഞ്ഞുകിടക്കുന്നത് അത് ജോലിയുടെ ഭാരം കൊണ്ടായിരുന്നു. അവന്റെ പരുപരുത്ത കൈകൾ അത് സിമന്റ് ചാക്ക് ചുമന്നിട്ടായിരുന്നു. സാരമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞതിലെ ആത്മവിശ്വാസം, അത് ഈ അധിക അധ്വാനത്തിൽ നിന്നായിരുന്നു. അതേ എന്നൊറ്റവാക്കിന്റെ അർത്ഥം. അത് തന്നോടുള്ള സ്നേഹക്കുറവല്ല, മറിച്ച് തളർന്നുപോയ അമ്മയോടുള്ള കടമയുടെ ഓർമ്മപ്പെടുത്തലും തന്നോട് തർക്കിക്കാൻ പോലുമുള്ള ഊർജമില്ലാത്തതിനാലുമായിരുന്നു. അവളുടെ പരാതികളും ദേഷ്യവും എത്ര ചെറുതായിരുന്നു. അവൾ സ്വയം ലജ്ജിച്ചു. അവൾ തിരഞ്ഞ റൊമാൻസ് ആയിരുന്നില്ല ഗിരീഷ് നൽകിയത്. അതിനേക്കാൾ എത്രയോ മുകളിലുള്ള ത്യാഗമായിരുന്നു അത്. സിന്ധു വീടിന്റെ പടികൾ കയറുമ്പോൾ നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ കാല് നീട്ടി ഭിത്തിയിൽ ചാരിയിരിക്കുകയായിരുന്നു ഗിരീഷ്. അവൻ ക്ഷീണിച്ചു മയങ്ങുകയായിരുന്നു. അവന്റെ മുഖത്ത് അപ്പോഴും ഉത്കണ്ഠ നിഴലിച്ചിരുന്നു. അവളൊന്നും മിണ്ടാതെ വേഗത്തിൽ നടന്ന് അവന്റെ കാൽക്കലിരുന്നു. അവൻ ഞെട്ടി ഉണർന്നു. ആ, നീയോ? കിട്ടിയോ പൈസ? മേസ്തിരിയെ വിളിക്കണം. അവൾ ആ 2ാമത്തെ മുഷിഞ്ഞ പണത്തിന്റെ കവർ അവന്റെ കൈയിലേക്ക് വെച്ചുകൊടുത്തു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ പരുപരുത്ത കൈകളെ നനച്ചു. ഗിരീഷിന് കാര്യം മനസ്സിലായി. അവന്റെ മുഖം വിളറി. അത് സിന്ധു, ഞാൻ ഭാസ്കരൻ പിള്ള സാർ. അവൾ അവന്റെ വായ് പൊത്തി. ഒന്നും പറയണ്ട. അവൾ അവന്റെ മുറിവാണങ്ങാത്ത കാലിൽ പിന്നെ അവന്റെ തഴമ്പിച്ച കൈകളിൽ ചുംബിച്ചു. എന്നോട് ക്ഷമിക്കണം, അവൾ തേങ്ങി. ഗിരീഷ് ശാന്തമായി ചിരിച്ചു. അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു.
കരയാതെ സിന്ധു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ മേൽക്കൂര, അത് നനയാതെ നോക്കേണ്ടത് ഞാനല്ലേ? അവൾ അവന്റെ കണക്ക് പുസ്തകമെടുത്തു. അമ്മ, മരുന്ന് എന്ന് ചുവന്ന മഷിയിൽ എഴുതിയതിന് താഴെ അവൾ പേനയെടുത്തെഴുതി മേൽക്കൂര, സ്നേഹം. എന്നിട്ട് ആ 2 കവറുകളും അതിനു മുകളിൽ വെച്ചു. അന്നു വൈകുന്നേരം സിന്ധു ശാരദയമ്മയ്ക്ക് സ്നേഹത്തോടെ കഞ്ഞി കോരിക്കൊടുത്തു. അവർ അത് വാങ്ങി കഴിക്കുമ്പോൾ എന്റെ മോള എന്ന് പറഞ്ഞ അവളുടെ കവിളിൽ തലോടി. ഗിരീഷ് മുറിവണങ്ങാത്ത കാലിൽ തട്ടി മക്കളെ ചിരിപ്പിച്ച് കഥ പറഞ്ഞുകൊടുത്തു. ആ പഴയ ചോർന്നൊലിച്ചിരുന്ന വീട് അപ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നത് സിന്ധു അറിഞ്ഞു. വാക്കുകൾക്കതീതമായ ത്യാഗത്തിന്റെ രൂപമുള്ള യഥാർത്ഥ റൊമാൻസ് എന്താണെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു.